നടപടിക്കൊരുങ്ങി അൻസിബ ഹസൻ. പരാതി നിലനിൽക്കുമെന്ന് അൻസിബയ്ക്ക് നിയമോപദേശം ലഭിച്ചു. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷികളാക്കാനും നീക്കമുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, അപ്പോ പോലീസ് കേസാവുകയാണ്. ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. പക്ഷേ അൻസിബ നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് ഉണ്ടായ മാനഹാനിയും ഒപ്പം തന്നെ തനിക്കുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ നിയമോപദേശം തേടിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ അവർ അഭിഭാഷകരെ കണ്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അനുസരിച്ച് ഈ പരാതി നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല കൂടുതൽ സാക്ഷികളെ ഇതിലേക്ക് കൊണ്ടുവരാനും അൻസിബ നീക്കം നടത്തുന്നുണ്ട്. അതായത് അമ്മ താരസംഘടനയിലെ തർക്കം അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ തർക്കം ആരംഭിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്നായിരുന്നു. ഒരു വിഭാഗത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആദ്യ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതായത് കുടുംബ സംഗമം നടത്തിയപ്പോൾ അന്ന് ലൈറ്റ് ആൻഡ് സൗണ്ടിനടക്കം ഒരു താരത്തിൻ്റെ ഭർത്താവ് വലിയ ലക്ഷങ്ങൾ വാങ്ങി എന്നുള്ള ഒരു ആരോപണം നിലനിന്നിരുന്നു. മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം മ്യൂസിക് ഷോയ്ക്ക് വേണ്ടി മാത്രം 3 ലക്ഷം രൂപയുടെ അടുത്ത് തിരിമറി നടത്തിയെന്നുള്ള മറ്റൊരു ആരോപണമുണ്ട്. അങ്ങനെ സാമ്പത്തിക തർക്കങ്ങളുടെ പുറത്ത് ആരംഭിച്ച തർക്കം ഇതിപ്പോൾ വലിയ കുഴപ്പങ്ങളിലേക്കും മതതീവ്രവാദം ആരോപണങ്ങളിലേക്കുമെല്ലാം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അൻസിബ ഹസൻ അടക്കമുള്ള ആളുകൾ ഇത് വലിയ പരാതിയുമായി താരസംഘടനയെ സമീപിച്ചിരുന്നു. എന്നാൽ താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതിനെ ഒരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. ഈ പരാതികളിൽ കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അതോടുകൂടിയാണ് നിയമോപദേശം തേടുക എന്നുള്ള അവസാന വഴിയിലേക്ക് ഈ താരങ്ങൾ പോകുന്നത്. അൻസിബ ഇത്രയും നാളും ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ടിനി ടോം നടത്തുന്നു എന്നുള്ള വീണ്ടും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ പരാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമോപദേശം തേടി നിയമത്തിൻ്റെ വഴികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സേതു. ശരി സഹിൻ, ശരി.